ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ചെമ്പനൂർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഥ വളരെ ചുരുക്കത്തിൽ കേൾക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നലത്തെ എന്ന് വെച്ചാൽ അവർ തന്നെയാണ് തുടക്കം. അപ്പോൾ വർഷ ഇപ്പോൾ വരുന്നു, ചന്ദ്രമതി പറയുന്നു അവളെ കണ്ടിട്ട് പോകുന്നൊക്കെ പറയുന്നു. എന്നിട്ട് അപ്പോൾ വർഷയുടെ അമ്മ പറയും വേണ്ട ചന്ദ്രമതി പിന്നൊരിക്കലാവാൻ പോകുമെന്നൊക്കെ പറയുന്നു. അവൾ ഞാൻ പിന്നെ വന്ന് കണ്ടോളെന്ന് പറയും. അപ്പോൾ ചന്ദ്രമതിനെ അപമാനിക്ക് കിട്ടിയ അവസരം വർഷയുടെ അമ്മ ഒരിക്കലും പാഴാക്കുന്നില്ല. അപ്പോൾ പൂവെടുത്ത് കൊടുത്തല്ലോ, അപ്പോൾ എനിക്കും പൂവ് വേണം, വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്, നീ ഒന്ന് പൂവെടുത്തതാ പൂക്കാരി ഒക്കെ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതിയെ എന്തെന്ന് എനിക്ക് പൂ എടുക്കാമെന്ന് അറിയാം, ഞാൻ പൂ വയ്ക്കുന്നവളൊന്നും അല്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും നീയല്ലേ രേവതിയെ അവരല്ലേ പറഞ്ഞത് രേവതിയെ നീ സഹായിക്കാറൊക്കെ ഉണ്ടെന്ന്, നീ ഒന്ന് എടുത്തതാ ചന്ദ്രമതി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയെ കൊണ്ട് 200 രൂപയ്ക്ക് എനിക്ക് മുല്ലമാല വേണമെന്ന് പറഞ്ഞിട്ട് പറയും. എന്നിട്ട് 4 മുളം മതി എന്നൊക്കെ പറയും. എന്നിട്ട് വേഗം എടുത്തതാന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ശ്രുതി ഇത് കണ്ടിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, അവൾക്ക് സന്തോഷം ഇത് കണ്ടിട്ടൊക്കെ. എന്നിട്ട് ചന്ദ്രമതി അത് പൂവ് 4 മുളമൊക്കെ അളന്ന് കൊടുക്കും, പൈസയൊക്കെ വാങ്ങും. ഇതിൽ നിനക്ക് നല്ല എന്താ പറയുക, ഇതിൽ നിനക്ക് നല്ലോണം ശോഭിക്കാൻ പറ്റും, നീ നല്ലോണം ചെയ്യുന്നുണ്ട്, നീ പൂ കെട്ടി കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ കളിയാക്കിയിട്ട് പോകും കേട്ടോ. അപ്പോൾ ചന്ദ്രമതിക്ക് നല്ലോണം ദേഷ്യം വരും. എന്നിട്ട് മഹിമ ഇറങ്ങുമ്പോൾ തന്നെ വർഷയും ശ്രീകാന്ത് അവിടെ എത്തും. എന്നിട്ട് അമ്മയോ എന്താ കുറച്ച് കഴിഞ്ഞ് പോയാൽ പോലെ അമ്മ എന്താ വന്നതെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ശ്രീകാന്ത് ചോദിക്കും ആൻറ്റി കുറച്ച് കഴിഞ്ഞിട്ട് പോകും, ഫുഡ് കഴിച്ചിട്ട് പോകുമെന്നൊക്കെ പറയും. അപ്പോൾ മഹിമ പറയും പിന്നെ ഒരിക്കലാവാം, ഞാൻ പിന്നെ വരാം എന്നൊക്കെ പറയും. എന്നിട്ട് ഇതെന്താ അമ്മയുടെ കയ്യിൽ പൂവെന്നിങ്ങനെ പറയും, ചോദിക്കും വർഷ. അപ്പോൾ ഇത് ഞാൻ പൂക്കാരി അമ്മയുടെ അടുത്തുനിന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അല്ല ചന്ദ്രമതിയുടെ അടുത്തുനിന്ന് പൂ വാങ്ങിയതെന്ന് പറയും. അപ്പോൾ ഈ രേവതി ചേച്ചി സഹായിക്കാനൊക്കെ തുടങ്ങിയോ, അമ്മ ഇതൊക്കെ എടുത്ത് തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്തായാലും സഹായിക്കുന്നത് നല്ലൊരു കാര്യമെന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അത് പുകഴ്ത്തിയിട്ടൊക്കെ നല്ലത് പറഞ്ഞിട്ടൊക്കെ പോവും. എന്നിട്ട് ഉള്ളിലെത്തിയിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ കയ്യിൽ പൂവിങ്ങനെ ഉണ്ടാവും. ശ്രീകാന്താണ് അപ്പുറത്തുനിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും, ശ്രുതിയും ബാക്കിലുണ്ടാവും. എന്നിട്ട് നല്ല കാര്യം ആൻറ്റി ചെയ്തത്, പൂവെടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ, സഹായിക്കുന്നുണ്ടല്ലോ രേവതി ചേച്ചിയെ, ഇപ്പം പൂക്കടയിൽ ആരുമില്ല, ആൻറ്റി പോയി അവിടെ നിൽക്കുമെന്ന് ഇങ്ങനെ പറയും. പക്ഷെ അവൾ ശരിക്കും ഒന്നും മനസ്സിൽ വിചാരിക്കാതെ പറഞ്ഞത്. പക്ഷേ ചന്ദ്രമതിക്ക് അതൊട്ടും പിടിച്ചില്ല. ചന്ദ്രമതി ദേഷ്യത്തോടെ പൂ വലിച്ച് എറിഞ്ഞിട്ട് മേലേക്ക് പോകും. എന്നിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പറയും, അവൾ എന്താ പറഞ്ഞത്, എൻ്റെ മോൻ്റെ ഭാര്യയുടെ അമ്മയിൽ വെച്ചിട്ട് ആ ഒരു ബഹുമാനം കൊടുക്കുമ്പോൾ അവൾ തലയിൽ കയറാൻ നോക്കുവാണ്. അവൾ എന്തൊക്കെയാണ് പറഞ്ഞത്, പൂവെടുത്തു കൊടുക്കാൻ അവൾ എന്നെ അപമാനിച്ചിട്ട് പോയില്ലേ, അവളുടെ മകളാണെങ്കിൽ വർഷയാണെങ്കിൽ പൂക്കടയിൽ പോയി നിൽക്കാനൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പുറകുറുക്കും. ശ്രുതി അത് കേൾക്കും. എന്താ ആൻറ്റി ഇങ്ങനെ പറയുന്നതൊക്കെ പറയും. അപ്പോൾ നീ ഒക്കെ കണ്ടത് തന്നെയല്ലേ, വർഷയുടെ അമ്മ എന്നെ പറഞ്ഞതൊക്കെ കണ്ടത് തന്നെയല്ലേ, അപ്പോൾ എന്തിനാ ആൻറ്റി ഇങ്ങനെ ആ പൂവ് എടുത്തു കൊടുക്കാൻ പോയെന്ന് ശ്രുതി ചോദിക്കും. അപ്പോൾ പറയും അത് പിന്നെ വർഷയുടെ അമ്മ ഇങ്ങനെ പൂ എടുത്തു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് എടുത്തു പോയതാണ്, പക്ഷെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ആ പൂക്കട എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എടുത്ത് കളയണം. ആ പൂക്കട അവിടെ വെച്ചത് മുതൽ തുടങ്ങിയത്, പൂക്കാരി ഇവിടെ വന്നത് മുതൽ തുടങ്ങിയതാണ്. ഒരു പൂക്കാരിയെ മരുമകളായി വന്നത് തന്നെ എനിക്ക് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെയാണ് തന്നെ പൂക്കാരി എന്ന് അവരെന്നെ വിളിക്കുന്നതെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അതിനൊരു വഴിയുണ്ടെന്ന് ശ്രുതി പറയും. അപ്പോഴത്തേക്ക് ചന്ദ്രമതി പറയും ആ വഴിയുണ്ട് ഭാമേൻ്റെ തലയിൽ നിറച്ചു ഐഡിയ, ഭാമേനെ വിളിക്കട്ടെ. എന്നിട്ട് പോയിട്ട് ഭാമേനെ വിളിക്കും. ഭാമേനെ വിളിക്കുമ്പോഴായിരിക്കും അല്ലേ വേണ്ട, ഭാമയോട് ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് എല്ലാം പറയേണ്ടി വരും. അവളാണെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പാട്ടാക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ അത് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. എന്നിട്ട് ഭാമേനെ വിളിക്കും. എന്നിട്ടിങ്ങനെ ഒന്നും വിട്ടു പറയില്ല, കാര്യം പറയില്ല, ഇതെനിക്ക് വല്ലാത്തൊരു അപമാനമാണ്, ഇത് ഞാൻ എങ്ങനെ സഹിക്കും ഭാമ, നീ പറ അവരങ്ങനെ വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നീ ഒരു ഐഡിയ പറ എന്നൊക്കെ പറയും. ഭാമ പറയും നീ എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ, എന്താ കാര്യം എന്ന് പറ. പക്ഷെ പറയില്ല. അപ്പോൾ പറയും ചന്ദ്രമതി പറയും ഞാൻ നിന്നെ വിളിച്ചിട്ടുമില്ല, നീ എടുത്തിട്ടുമില്ല, അപ്പോൾ ഓക്കെ നീ ഭാമ എന്ന് പറഞ്ഞ ഒരാളും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ വയ്ക്കും. അതിനുശേഷം ഇവൾക്ക് എന്താ പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് മാമാൻ്റെ ഇങ്ങനെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ലെങ്കിൽ തല പെരിക്കും, ടെൻഷനാവും, മനസ്സമാന്നിട്ട് നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് ശ്രുതിയെ വിളിക്കും നേരെ ഭാമ. എന്നിട്ട് കാര്യങ്ങൾ തിരക്കും, ശ്രുതി ഫുൾ പറയും. അപ്പോൾ അതാണല്ലേ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി ഇത് കാണും. എന്നിട്ട് ആരെയാണ് വിളിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും ഭാമാൻ്റെയാണ്, ഉള്ള കാര്യത്തെ മൊത്തം പറഞ്ഞു എന്ന് പറയും. ചന്ദ്രമതി പറയും നീ എന്തിനാണ് അവളോട് പറയാൻ നിന്നത്, അവളാണെങ്കിൽ നാട്ടിൽ മൊത്തം പാട്ടാക്കും, നീ പറയേണ്ടായിരുന്നു, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ ശ്രുതി എന്നൊക്കെ പറയും. ശ്രുതി പറയും. ശ്രുതി എന്നിട്ട് പറയും അത് പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയി എന്നിങ്ങനെ പറയും. എന്നിട്ട് എങ്ങനെയെങ്കിലും ആ പൂക്കട അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും അതിനൊരു ഐഡിയ ഉണ്ടെന്ന് പറയും. എന്ത് ഐഡിയ എന്നിങ്ങനെ പറയും. എന്നിട്ട് രാത്രി ഒരാളെ ഏർപ്പാടാക്കിയിട്ട് ആ കട ഫുൾ പൊളിച്ച് എടുക്കാനാണോ മാറ്റാനാണോ നിൻ്റെയും ഐഡിയ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും അല്ല അതൊന്നുമല്ല എന്ന് പറയും. എന്നിട്ട് അങ്ങനെ രാത്രി പിന്നെ കട പൊളിച്ച് മാറ്റാണെങ്കിൽ അപ്പുറത്തൊരു CCTV ഉണ്ട്, അതിൽ മൊത്തം എല്ലാം കാണുകയും ചെയ്യും. അപ്പോൾ പിന്നെ ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് എന്താ നിൻ്റെ ഐഡിയ എന്ന് ചോദിക്കും ചന്ദ്രമതി. അപ്പോൾ പറയും
ഇത് ഇവർ പെട്ടെന്ന് ഇട്ടൊരു പൂക്കടയാണ്. എന്തായാലും ഇവർ കോർപ്പറേഷനിൽ നിന്നൊന്നും അനുമതിയൊന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല, അവരെ പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു പൊതുസ്ഥലമായതുകൊണ്ട്, ആൾക്കാർക്ക് നടന്നു പോകേണ്ട സ്ഥലമായതുകൊണ്ട് ഒരിക്കലും കോർപ്പറേഷൻ ഇതിന് അനുമതി കൊടുക്കുകയില്ല. അപ്പോൾ അങ്ങനെയാകുമ്പം കോർപ്പറേഷനിൽ വിളിച്ച് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ആക്ഷൻ എടുത്തോളും. ഇത് ഇങ്ങനൊരു സംഭവം ആയതുകൊണ്ട്, പൊതുസ്ഥലത്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്തോളും, പരാതി പറയാമെന്ന് പറയും. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണെന്ന് പറയും. എന്നിട്ട് പരാതി പറഞ്ഞാൽ നമ്മളാണെന്ന് പറയുമോ എന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും അതൊന്നും പറയില്ല, അവർ രഹസ്യമാക്കി വെക്കുകയുള്ളൂ എന്ന് പറയും. എന്നിട്ട് പെട്ടെന്ന് ശ്രുതിയോട് വിളിക്കാൻ പറയും. ശ്രുതി വിളിക്കും, പരാതി കൊടുക്കും. പരാതി കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ അവരവിടെ എത്തും, കടയൊക്കെ പൊളിച്ച് മാറ്റും. പകുതി ആകുമ്പോഴത്തേക്ക് രേവതി വരും. എന്നിട്ട് രേവതി ഓടിച്ചെന്നിട്ട് ചോദിക്കും എന്താ സംഭവം എന്ന് പറയും. അപ്പോൾ കട പൊളിക്കുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതിയും ഇവരും ശ്രുതി അവിടെ എത്തിയിട്ടുണ്ടാകും കേട്ടോ. അവർക്ക് നല്ല ഹാപ്പിയാണ്. എന്നിട്ട് നമ്മുടെ പൂവെടുക്കാൻ പോയതാണ് രേവതി. എന്നിട്ട് പൂവെടുത്ത് വരുമ്പോഴത്തേക്കാണ് ഈ കാഴ്ച കാണുക. അപ്പോൾ രേവതി ചോദിക്കും എന്താ സംഭവം എന്നൊക്കെ ചോദിക്കും. എന്തിനാണ് എൻ്റെ പൂക്കട എടുത്ത് മാറ്റുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഉള്ള കാര്യം പറയും. ഇത് ഫുട്പാത്തിലല്ലേ, ആൾക്ക് നടന്നു പോകേണ്ടതല്ലേ നിങ്ങൾ വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയും ഇവിടെ വണ്ടിയും പോകുന്നുണ്ട്, ആളുകൾ നടന്നും പോകുന്നുണ്ട്, അവർക്കൊന്നും ഒരു തടസ്സവും ഇല്ല, പിന്നെ എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും ഇത് ഫുട്പാത്താണ്, നിങ്ങൾക്ക് ഇവിടെ ആരാ പൂക്കട വയ്ക്കാൻ അനുവാദം തന്നത് ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് അതൊന്നും ഇവിടെ നടക്കില്ല, എന്തായാലും ഇവിടെ പൂ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് പൊളിച്ച് മാറ്റാൻ നോക്കുമ്പോൾ രേവതി പിന്നെയും പറയും അയ്യോ മാറ്റല്ലേ, എൻ്റെ പൂക്കട, എൻ്റെ ഭർത്താവ് വിട്ടത് പൂക്കട, എനിക്ക് പൂക്കെട്ടാൻ മാത്രമേ അറിയുള്ളൂ, നിങ്ങൾ വെറുതെ ഇത് പ്രശ്നം ഉണ്ടാക്കരുത്, ആൾക്കാർ ഇതിലോട്ട് ഒരു നടന്നു പോകാൻ ആൾക്കാർക്ക് ഒരു തടസ്സവുമില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കും. എന്നിട്ട് എടുത്ത് മാറ്റാനായിട്ട് കരയുമ്പോഴാണ് രവിയച്ഛൻ വന്നിട്ട് ഇത് കാണും. രവിയച്ഛൻ ചോദിക്കും നിങ്ങൾ എന്തായി കാണിക്കുന്നത്, എന്താ പ്രശ്നം, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. വീണ്ടും രവിയച്ഛനോട് പറയും നമ്മൾ കോർപ്പറേഷനിൽ വരുന്ന ആളുകളാണ്, ഇങ്ങനെയൊക്കെയാണെന്ന് പറയും. പിന്നെ അവർ ന്യായീകരിക്കുമ്പം പിന്നെയും പറയും നമുക്ക് ഇവിടെ നിന്നൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഈ പ്രദേശത്ത് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പോൾ പറയും. അപ്പോൾ കംപ്ലയിൻറ്റോ എന്നിങ്ങനെ ചോദിക്കും. ആരാ തന്നെ, എന്താ തന്നെന്നൊക്കെ പറയും. ആളുകൾക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പിന്നെ ഇതിൽ പൂവിൻ്റെ വേസ്റ്റ് ഇവിടെ ഇടുന്നുണ്ടെന്നും അതുകൊണ്ട് കൊതുകുകളൊക്കെ പരക്കും, പിന്നെ ചീന നാറ്റം ഉണ്ടാകും, അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ പൂ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ന് പറയും. അപ്പോൾ രേവതി പറയും പൂ വേസ്റ്റോ, ഇവിടെ നിങ്ങളിപ്പോൾ തന്നെ നോക്കി എന്തെങ്കിലും ഒരു വേസ്റ്റ് ഉണ്ടോ എന്ന്, ഇവിടെ ഞാൻ കൊണ്ടുവരുന്ന പൂ അപ്പം തന്നെ വിറ്റ് പോകാറുണ്ട്, ഒരു വേസ്റ്റ് പോലും ഉണ്ടാവാറില്ല, ഞാൻ ഇടാറില്ല എന്ന് പറയും. എന്നിട്ട് ആരാ എന്താ കംപ്ലയിൻ്റ് എന്ന്, ആളുകൾക്ക് നടന്നു പോകാനോ ഒരു പ്രശ്നമില്ല എന്ന് പറയും. രവിയച്ഛനും പറയും ആളുകൾക്ക് നടന്നു പോകാനോ വണ്ടിക്ക് പോകാനോ ഒരു പ്രശ്നമില്ല, നിങ്ങൾ എന്നെ കാണുന്നില്ല എന്ന് പറയും. പിന്നെ എന്താ ഇപ്പോൾ കട ഇവിടെ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കും. എന്നിട്ട് പറയും കംപ്ലയിൻറ്റ് തന്നത് ആരാന്നൊന്നും പറയില്ല, അത് പേരൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല, അതൊക്കെ നമ്മളെ പ്രൈവസിയാണ് എന്നൊക്കെ പറയും. എന്നിട്ട് ആരായാലും നിങ്ങൾക്ക് ഒരു ഫോൾസ് ഇൻഫർമേഷൻ, ഒരു അങ്ങനത്തെ ഒരു ഫേക്ക് കംപ്ലയിൻറ്റ് തന്നതായിരിക്കും, ആരും വൈരാഗ്യമുള്ള ആരെങ്കിലും തന്നതായിരിക്കും, നിങ്ങളതൊന്ന് കാര്യക്കണ്ട പ്ലീസ് വിട്ടേക്കെന്ന് പറയും. അപ്പോൾ ഈ കോർപ്പറേഷനിലെ ആൾ പറയും കംപ്ലയിൻറ്റ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല, നമ്മൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഈ കംപ്ലയിൻറ്റ് മുകളിലേക്ക് പോകും, മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കും കൂടെ പണിയാവും, അതുകൊണ്ട് കംപ്ലയിൻറ്റ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തായാലും നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുക ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പൂക്കട ഫുൾ എടുത്തിട്ട് പോകും. അപ്പോൾ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കും. രവിയച്ഛൻ പിടിച്ചു മോളെ സാറിലെ പോട്ടെ കരയണ്ട, നമുക്ക് വഴി ഉണ്ടാക്കാം, പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറയും. രേവതി ആണെങ്കിൽ ബാക്കിൽ തന്നെ പോകും, പൂക്കട എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ശ്രുതിക്കും ചന്ദ്രമതിക്കും നല്ല ഹാപ്പിയാവും. എന്നിട്ട് രേവതി പുറത്ത് സിറ്റ് ഔട്ടിലിരിക്കുന്നുണ്ടാവും. അപ്പോഴത്തേക്ക് സച്ചി വരും കാറെടുത്തിട്ട്. എന്നിട്ട് സച്ചിയാണെങ്കിൽ പൂക്കട ഓൻ ഫുള്ള് സച്ചിയൊന്നും അറിഞ്ഞിരുന്നില്ല, പൂക്കട കാണുന്നില്ലല്ലോ എന്നൊരു ചിന്തയിലാണ് അവൻ വരുന്നത്. രേവതിയെ കണ്ടപാട് രേവതിയോട് ചോദിക്കും നമ്മുടെ പൂക്കട കാണുന്നില്ലല്ലോ രേവതി, എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കാണ് ഇവർ കരയുന്നത് കാണാം രേവതി. എന്നിട്ട് ചോദിക്കും നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ രേവതി ഇങ്ങനെ പറയും പൂക്കട കോർപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോയി എന്ന് പറയും. അപ്പോൾ സച്ചി ഞെട്ടും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.